അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് 2 പിടി പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ പരിപ്പാണ്. ഓറഞ്ച് കളർ പരിപ്പില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പായാലും എടുക്കാം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരുവിനൊന്നും അളവില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ എത്രയുള്ളത് അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചക്കക്കുരു ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യം ഒരു ചെറിയ തക്കാളിയാണ്, അതും നമുക്ക് ഇതിലോട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പരിപ്പും ചക്കക്കുരും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് 4 വിസിൽ വേണ്ടി വരും കേട്ടോ. ഈ ചക്കക്കുരും പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ പരിപ്പ് പെട്ടെന്ന് വേവും, ചക്കക്കുരുവിനാണ് കുറച്ച് വേവുള്ളത്. അതുകൊണ്ട് ഒരു 4 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 പിടി തേങ്ങ, ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നാൽ ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുരിങ്ങയിലയും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയില പെട്ടെന്ന് വേവുന്നതുകൊണ്ട് നമുക്ക് മുരിങ്ങയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിലോട്ട് അധികം വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് കട്ടിയിലാണ് ഈ കറി വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരപ്പിലോട്ട് കുറച്ച് അധികം വെള്ളം ഒഴിക്കാഞ്ഞത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചത്. നമുക്കിതിലോട്ട് അരപ്പ് ഒഴിച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും നമുക്കിതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തുള്ളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിലൊന്നും ഒരിക്കലും താളിച്ചെടുക്കരുത്, വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കടുകും വറ്റൽമുളകുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഇതും ഒരു മീൻ വറുത്തതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.